അറിയുന്നതായിരുന്നു. So about the movie, about your character, അതുപോലെ തന്നെ നമ്മുടെ റിയൽമി 15 സീരീസ് ഫോണിനെ കുറിച്ച് കൂടി എല്ലാം കൂടി ചേർത്ത്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. ആക്ച്വലി ഇവിടെ സാഹസം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വെരി എക്സൈറ്റഡ്. സിനിമയുടെ സംവിധായകൻ മെഗൻ ഓൾസോ വി ആർ ഹാപ്പി ടു ബി പാർട്ട് അസോസിയേറ്റഡ് വിത്ത് റിയൽമി. ഞങ്ങൾ ആക്ച്വലി ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് എൻ്റർടൈൻമെൻ്റ് ആണ് സാഹസം. ഒരു പക്ഷേ ഈ സിനിമ റിലീസായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ പടത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫാസ്റ്റ് പേസ്, ഡാർക്ക് ഹ്യൂമർ, ത്രില്ലർ, ഒരു ആക്ഷൻ ജോണർ, ഒരു ഇമോഷൻ ഡ്രാമ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ പോസ്റ്ററിൽ മാറ്റി പോസ്റ്ററിൽ എന്നെ ഇതാ രാജീവ് നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു ചെറുതായിട്ടൊരു കാർട്ടൂൺ എന്ന് പറയാൻ പറ്റില്ല, വളരെ സീരിയസ് ആയിട്ട് പ്രൊഫഷൻ നടത്തുന്ന ഒരു നാർക്കോട്ടിക്സ് ഓഫീസർ, അതേസമയം കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സംശയരോഗി, പേഴ്സണലി നമ്മുടെ മിറർ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സംസാരിക്കും, അങ്ങനെ കുറേ ഇൻഹിബിഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. വളരെ എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ലോഞ്ചിന് സമയമായില്ല, നമ്മളെല്ലാവരും സംസാരിച്ചത് വിഷയമില്ല. 5 മിനിറ്റ് പോയോ? ആണോ? ഓക്കെ. സോ ത്രില്ലർ എങ്ങനെയാണ് ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് ബാലൻസ് ചെയ്ത് അല്ല, കുറച്ച് ട്രിക്കിയാണ് ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ കുറേ ഇതുണ്ട്. ആക്ച്വലി ഇത് ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ത്രില്ലറാണ്, അഡ്വഞ്ചർ ത്രില്ലറാണ്. ബട്ട് നത്തിങ് സീരിയസ്, അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ത്രില്ലറല്ല. ഹ്യൂമറുണ്ട്, ഡാർക്ക് ഹ്യൂമറുണ്ട്, അഡ്വഞ്ചർ, ചേസ്, കുറേ പാട്ട്, ബഹളം, ഒരു സെലിബ്രേഷൻ മൂഡ് പാക്കേജാണ്. സോ ഓണം ടൈമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അടിപൊളിയാണ്. ഈ ടീമാണ് ഇന്നത്തെ എനർജി. അത് നിങ്ങൾ ഫിലിം കാണുമ്പോൾ മനസ്സിലാവും. അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറേ വർഷമായിട്ട് കാണണം എന്ന് വിചാരിച്ച ബാബാനി ചേട്ടനെ കാണാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ആക്ച്വലി ഞാൻ സംസാരിക്കുന്നു, US-ലാണ്, വരാൻ പറ്റില്ല, പുള്ളിയുടെ പ്രൊമോഷനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. സോ ഈസ് റിയലി എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. ബാബുവിൻ്റെ ചേട്ടൻ ഈ പറഞ്ഞ പോലെ കുറേ നാളിന് ശേഷം സംതിങ് ഇൻട്രസ്റ്റിംഗ്. അടിപൊളി വൈബാണ്. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും വിറ്റ്നസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജിൽ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റായിട്ടോ സെലിബ്രേറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം മിക്ക ദിവസങ്ങളിൽ ഞാനിവിടെ ലുലു മോള് വരാറുണ്ട്, വെള്ളിയാഴ്ചകളുടെ സിനിമ കാണാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സെക്കൻഡ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാനിതിനകത്ത് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ജീവൻ വളരെ സാധാരണക്കാരനാണ്. 10 വില്ലന്മാർ വന്നാൽ ഇടിച്ചിടാൻ പറ്റാത്ത സാധാരണ നിങ്ങളെ പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. പിന്നീട് ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ ഉള്ളവരും നിങ്ങൾ പോസ്റ്ററിൽ കണ്ട മറ്റുള്ള എല്ലാവരും ജീവിതത്തെ കഥയിലേക്ക് വരുന്നുണ്ട്. അവസാനം ഈ സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സാഹസമാണ് ചിലപ്പോൾ ഈ സിനിമ. കൂടുതൽ പറയാനില്ല. എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസർ നിഷേനോടാണ്. കാരണം ഞങ്ങളൊക്കെ വെച്ച് ഇത്രയും വലിയൊരു സാഹസം എടുത്തല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ബട്ട് താങ്ക് യു സോ മച്ച്. ഓഫീസിലോട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ അടുത്ത പടമാണ് സാഹസം. സോ ഇത് ആക്ച്വലി വളരെ ഫണ്ണായിട്ട് നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അധികം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം സ്വന്തം സിനിമയെ പറ്റി തള്ളി പറിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാം കാണേണ്ടതും പറയേണ്ടത് നിങ്ങളാണ്. സോ പടം കാണുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. That's it. And good evening everybody. Thank you നിങ്ങളുടെ
ഷോപ്പിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്ത് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുകയാണ്. വെരി ഹാപ്പി ടു ബി ഹിയർ. ഞങ്ങളുടെ മൂവി സാഹസം ഓഗസ്റ്റ് 8 തിയേറ്റേഴ്സിൽ വരെയാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു OTT റിലീസായിരുന്നു എൻ്റെ കഴിഞ്ഞ പ്രോജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന മലയാളം സിനിമയാണ്. അപ്പോൾ പലവർക്കും ഞാനൊരു തമിഴ് ആക്ടർ അല്ലെങ്കിൽ 96 വന്ന ഒരു കുട്ടീന്ന് അറിയെങ്കിലും മലയാള സിനിമയിൽ കൂടുതൽ സജീവം ആവണം ആണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനെന്തായാലും ഇതൊരു നല്ല പടമായിരുന്നു. എനിക്ക് വിപിൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടറും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സേറ ഐസക് വന്നിട്ട്. സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങളുടെ 2 പാട്ടുകൾ ഇതുവരെ ഭയങ്കര ഹിറ്റാക്കി തന്നു ഞങ്ങളെല്ലാവരും. 7 പാട്ടുകളുണ്ട് ഞങ്ങളുടെ സിനിമയിൽ. അതിൽ ഓണം മൂഡ് വൈറലായി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും പ്ലേ ചെയ്ത പാട്ടായിരുന്നു. സോ വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ആവും. അപ്പോൾ നിങ്ങൾക്ക് സിനിമയെ പറ്റി കുറച്ചുകൂടി ഐഡിയ കിട്ടും. എന്തായാലും ഒരു ഓണത്തിൻ്റെ മുമ്പ് തന്നെ ഒരു സെലിബ്രേഷൻ തുടങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് പടമായിട്ടാണ് ഞങ്ങൾ സാഹസം റിലീസ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് ഒന്നും ആലോചിക്കാതെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ബിക്കോസ് ഒരു ജോണറിൽ നമുക്ക് വെക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. പല ഇമോഷൻസും പലതരം എന്താ പറയുക കാര്യങ്ങളും പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. സോ ഡു സപ്പോർട്ട് അസ്. ഞങ്ങളൊരു നല്ല പടം എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ റിലീസ് കഴിഞ്ഞ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ഒരു ടീം കുറേ ചോദ്യങ്ങളുണ്ട്. റംസാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഗസ്റ്റായിട്ടല്ല നിൽക്കുന്നത്. റംസാൻ ആഴ്ചയിൽ നമുക്ക് ഒരു 4 ദിവസം വന്നാൽ ഞാൻ 6 ദിവസവും ഇവിടെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഇവന്റ് നടക്കുമ്പം സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ ലോഞ്ച് നടക്കുമ്പോൾ നിങ്ങളെ പോലെ മൊബൈലിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കാശായി കഴിഞ്ഞപ്പോൾ കോസ്റ്റർ കോഫിയുടെ മൂലകിൻ്റെ പിന്നെ കൗച്ചിൽ അവരുടെ ഓഫറിൻ്റെ ബോർഡിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടാവും ഒരു കാപ്പിയായിട്ട്. ഇടയ്ക്ക് സിനിമ കാണും, ഇതിലേ നടക്കും. ഇതും എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലാണ്. പണിയില്ലാത്ത സമയങ്ങളിൽ എനിക്കിവിടെ വരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടുള്ള സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കയറുന്നത്. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട്. ആൻഡ് സാഹസം ഞങ്ങളെല്ലാവരുടെ ഒരു 10-45 ദിവസം കഷ്ടപ്പെട്ടെടുത്തൊരു സാഹസമാണ് ഓഗസ്റ്റ് 8 നിങ്ങളുടെ മുമ്പിലേക്ക് റിലീസാവുന്നത്. ഇതിൽ റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. റോണി നല്ല കാശുള്ള വീട്ടിലെ ഒരു നല്ല കാശുള്ള വീട്ടിലെ ഒരു അങ്കിളിൻ്റെ അഹങ്കാരിയായിട്ടുള്ള മോനാണ്. ഈഗോയിസ്റ്റിക് പേഴ്സണാണ്. അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഒരു നിലവരാതി. അതെനിക്ക് എന്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നത് എനിക്ക് അറിയത്തില്ല. ഈ ഒരു ക്യാരക്ടർ എൻ്റെ ഭദ്രമായിരിക്കുമെന്ന് പലതവണ പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. 21 ഗ്രാംസിലെ നിഖിൽ നാരായൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിഷാന്റെ എൻ്റെ പ്രൊഡ്യൂസർ, റൈറ്റർ, പിന്നെ അനുപെട്ടോട് വിളിക്കുന്നത്. ഈ 21 ഗ്രാംസ് കഴിഞ്ഞതിന് ശേഷം ഒരു നെക്സ്റ്റ് പടം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് കാക്കനാട് വില്ലേന്ന് ഇറങ്ങാതായി. വിവിയിലേക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് വിളിക്കും, ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ഈ കഥയുടെ തുടക്കം മുതലുണ്ട്. കഥയുടെ തുടക്കം മുതൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴൊക്കെ എന്നോട് അറിയാതെ പറഞ്ഞു ഇതിൽ ചിലപ്പോൾ ഈ റോണി ആയിരിക്കും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ പല കാസ്റ്റ് മാറി. പല ആൾക്കാർ നമ്മുടെ പടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ വന്നപ്പോഴും റോണി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും ഞാൻ പുതിയ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. റോണി ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല. അങ്ങനെ ചോദിച്ചു വായിച്ച വേഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ സ്വപ്നം കണ്ട് തുടങ്ങിയ സമയത്തൊക്കെ സ്ക്രീനിൽ നമ്മൾ കണ്ട ആക്ടേഴ്സിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അവരുടെ കൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ചെറിയ സമയങ്ങളിൽ കുറേ തമാശ പറയും, കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുമ്പം ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റുള്ള നിലയിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എസ്പെഷ്യലി നരേൻ ചേട്ടൻ ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ തൊടുപുഴയിൽ 10 ദിവസത്തെ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഒരു സീനിയറിൻ്റെ റെസ്പെക്റ്റോട് നമ്മൾ ഓടി വന്നു, കുഴപ്പമില്ല നമുക്ക് നിർത്താനൊക്കെ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞ് ആ സെറ്റ് ഭയങ്കര കൂളാക്കി. ശബരീഷ് ഓൾസോ ഞങ്ങളുടെ സെറ്റ് ഫുൾ ഓളാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ ഈസി ആയിരുന്നു. എന്തെങ്കിലും തെറ്റ് വന്നാൽ ഇവരെന്തെങ്കിലും പറയുമെന്നോ ഇവർക്ക് എന്തെങ്കിലും തോന്നുന്നുള്ള അങ്ങനത്തെ ജഡ്ജ്മെൻറ്റ് ഒന്നും ഇല്ല. നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇവർ പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ മേഖലയിലും ടെക്നീഷ്യൻ സൈഡാണെങ്കിലും ആർട്ടിസ്റ്റ് സൈഡാണെങ്കിലും നമ്മൾ അത്രയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സിനിമയാണ് സാഹസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 8 നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റേഴ്സിലേക്ക് റിലീസിന് വരുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പറഞ്ഞ് പോയി കണ്ട് ഇതിന് വലിയ സിനിമ ആക്കണം എന്നുള്ള റിക്വസ്റ്റ് പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പം ഓഗസ്റ്റ് 8 എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എന്തായാലും 5 പ്രാവശ്യം ഓഗസ്റ്റ് 8 എന്ന് പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല.
ഓഗസ്റ്റ് 8 സാഹസം റിലീസാണ്. ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനമായ ലുലു മാളിൽ നിന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ പ്രാവശ്യം വന്ന് ചായയും കാപ്പിയും കുടിക്കുന്ന സിനിമ കാണുകയും പല ഭക്ഷണത്തിലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു പുതിയൊരു സ്ഥലത്ത് വന്നൊരു മോഡില്ല അതായത്. പിന്നെ സാഹസത്തിൽ സാം എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു IT പ്രൊഫഷണൽ. ഞാൻ റെക്സാൻ്റെ ക്യാരക്ടേഴ്സൊക്കെ IT പ്രൊഫഷണൽസാണ്. ആ ഒരു IT കമ്പനിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നം പിന്നെ എല്ലാവരും ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങൾ ഈ പോസ്റ്ററിൽ ഞാൻ പോയി അപ്പോൾ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും. ബാബു ആന്റണി തൊട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, താഴെ മേളിലേക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് സോൾവ് ആവുക, ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ തീരുമാനങ്ങളില്ല, തള്ളുകളില്ല. കാരണം ആദ്യം ഞങ്ങളൊരു പാട്ടിറക്കി ഏത് മോഡ്, പിന്നെ ഒരു ടീസർ ഇറക്കി, പിന്നെ മറ്റൊരു റൊമാൻറ്റിക് സോങ്, ഇവർ രണ്ടുപേരും റൊമാൻറ്റിക് സോങ് ഇറക്കി. ഇന്ന് ട്രെയിലർ ഇറക്കാൻ പോകുന്നു. ഇത്രയും ഇനി പാട്ടുകൾ ഇറങ്ങും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും എന്താണ് സിനിമ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സിനിമ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് 8 വന്ന് സിനിമ കാണുക. പിന്നെന്താണ് റിയൽമി ആ ഫോണിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഈ ഏറ്റവും പുതിയ മനുഷ്യൻ്റെ മഹാവിപ്ലവം എന്ന് പറയാവുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ ടെക്നോളജിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അതിൻ്റെ 3 ഇതുണ്ട്. ഒരു പാർട്ടി മോഡുണ്ട്, സ്റ്റുഡിയോ എന്ന് പറയുന്നത്, ഒരു എഡിറ്റ് ചെയ്തി എന്ന് പറയുന്നത്. ഇതെല്ലാം നോക്കിയിരുന്നു. പക്ഷെ ഇങ്ങനെ ചുമ്മാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ അത് നല്ല രസമുള്ള പരിപാടികളാണ്. ഞാൻ നിങ്ങൾ നേരിട്ട് തന്നെ അറിയുക. എന്തായാലും താങ്ക് യു സോ മച്ച്.